നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡും പുതിയ വകഭേദമായ ഒമിക്രോണും ലോകരാജ്യങ്ങളിൽ ഭീതി സൃഷ്ടിക്കുന്നതിന് പിന്നാലെ ബ്രിട്ടനിൽ കോവിഡ് നിയന്ത്രണങ്ങൾ നിർത്തലാക്കുകയാണെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പ്രഖ്യാപിച്ചു. അടുത്ത വ്യാഴം മുതൽ മാസ്കോ, വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന സംവിധാനമോ രാജ്യത്ത് ആവശ്യമില്ല. ഒമിക്രോൺ മൂലമുള്ള കോവിഡ് നിരക്ക് ഉയർന്ന നിലയിലെത്തിയതായി വിദഗ്ധർ വിലയിരുത്തുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ജോൺസന്റെ പ്രഖ്യാപനം. ബൂസ്റ്റർ ഡോസ് ക്യാമ്പയിനും വിജയം കണ്ടു. തൽക്കാലം ഐസൊലേഷൻ ചട്ടങ്ങൾ തുടരുമെങ്കിലും മാർച്ചിനപ്പുറം നീട്ടില്ല. കോവിഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നത് അവസാനിപ്പിക്കുമെന്നും ജോൺസൺ പാർലമെന്റിൽ പറഞ്ഞു. ഔദ്യോഗിക വസതിയിൽ വിരുന്ന് നടത്തി ലോക്ഡൌൺ നിയമം ലംഘിച്ച് വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പക്ഷേ രാജിവെക്കാൻ ഒരുക്കമല്ല. രാജിവെക്കില്ലേ എന്ന് പ്രതിപക്ഷമായ ലേബർ പാർട്ടിയുടെ നേതാവ് കെയർ സ്റ്റാമർ പാർലമെന്റിൽ ചോദിച്ചപ്പോഴാണ് ഒഴിയുന്ന പ്രശ്നമില്ലെന്ന് ജോൺസൺ മറുപടി നൽകിയത്. സ്ഥാനമൊഴിയാൻ കൺസർവേറ്റീവ് പാർട്ടിയിലെ സഹപ്രവർത്തകരുടെ വരെ സമ്മർദ്ദമുണ്ട്. ഇതിനിടെ എംപിയായ ക്രിസ്റ്റ്യൻ വെയ്ക്ക്ഫോർഡ് മറുകണ്ഠം ചാടി ലേബർ പാർട്ടിയിൽ ചേരുന്നതും ജോൺസണ് വലിയ ക്ഷീണമായിട്ടുണ്ട്. പാർലമെന്റിലെ 360 കൺസർവേറ്റീവ് അംഗങ്ങളിൽ 54 പേർ അവിശ്വാസക്കത്ത് നൽകിയാലേ ജോൺസനെ നീക്കാനുള്ള നടപടികൾ ആരംഭിക്കാനാകൂ. 20 പേർ ഇതിനോടകം കത്ത് കൊടുത്തു കഴിഞ്ഞതായാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഒമിക്രോൺ വകഭേദം കോവിഡ് മഹാമാരിയെ അവസാന ഘട്ടത്തിലേക്ക് നയിച്ചേക്കാമെന്ന് US പകർച്ചവ്യാധി നിയന്ത്രണ വിദഗ്ധൻ ഡോക്ടർ ആന്റണി ഫൗച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഒമിക്രോൺ കോവിഡിന്റെ മഹാമാരി കാലത്ത് നിന്ന് കൂടുതൽ നിയന്ത്രിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചേക്കാം. ഇക്കാര്യം ഇത്ര നേരത്തെ പ്രവചിക്കാവുന്നതല്ല, എന്നാൽ ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ ശേഷിയുള്ള പുതിയൊരു വകഭേദം വരാതിരുന്നാലേ ഇത് സാധ്യമാകൂ എന്നും വേൾഡ് ഇക്കോണമിക് ഫോറത്തിന്റെ പരിപാടിയിൽ ഫൗച്ചി വ്യക്തമാക്കി. കോവിഡിനെ ഒമിക്രോണിന്റെ അതിവ്യാപനം എൻഡമിക് ഘട്ടത്തിലേക്ക് എത്തിക്കാമെന്നാണ് ഫൗച്ചിയുടെ നിരീക്ഷണം. ജനങ്ങൾക്കിടയിൽ സ്ഥിരമായി ഇതുണ്ടാകാം, എന്നാൽ ആളുകളിലെ വലിയൊരു വിഭാഗത്തെ ബാധിക്കില്ല. ഒമിക്രോൺ അതിവേഗം പടരുകയാണ്, എന്നാൽ ഗുരുതരമാകാനുള്ള സാധ്യത മറ്റു വൈറസ് വകഭേദങ്ങളെ അപേക്ഷിച്ച് കുറവാണെന്നതാണ് വിദഗ്ധാഭിപ്രായമെന്നും ഫൗച്ചി വ്യക്തമാക്കി. ഡെൽറ്റയുമായി ബന്ധപ്പെട്ടുള്ള ചില സ്വഭാവ സവിശേഷതകൾ ഒമിക്രോണിന് ഇല്ല എന്നുള്ളത് ആശ്വാസകരമാണ്, എന്നാൽ ഇത് ബാധിക്കുന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധന അതിന്റെ ശക്തി സംബന്ധിച്ച ചില സൂചനകളാണ് നൽകുന്നത്. ഒമിക്രോൺ ബാധിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി ലഭിക്കുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. എന്നാൽ പുതിയ വേരിയന്റുകൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഓരോ ശരീരവും എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ചാകാം അതിന്റെ ഉത്തരമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മാർച്ച് മാസത്തോടെ കോവിഡ് നിയന്ത്രണ വിധേയമാക്കാനുള്ള സാധ്യത വെളിപ്പെടുത്തി ICMR-ലെ പ്രമുഖ ശാസ്ത്രജ്ഞൻ സമീർ പാണ്ഡെയും രംഗത്തെത്തി. വൈറസിനെ പ്രതിരോധിക്കാനുള്ള കരുതൽ തുടരണം. ഡെൽറ്റ വകഭേദത്തെക്കാൾ കൂടുതൽ പേർക്ക് ഒമിക്രോൺ ബാധിക്കുകയും പുതിയ വകഭേദങ്ങൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്താൽ മാർച്ച് 11 ആകുമ്പോൾ കോവിഡ് നിയന്ത്രണ വിധേയമാകുമെന്ന് പാണ്ഡെ പറഞ്ഞു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിലെ പകർച്ചവ്യാധി വിഭാഗം തലവനാണ് സമീർ പാണ്ഡെ. ഒമിക്രോൺ തരംഗം ഡിസംബർ 11 മുതൽ 3 മാസം നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർച്ച് 11 മുതൽ വ്യത്യാസം കാണാം. മുംബൈ, ഡൽഹി തുടങ്ങിയ നഗരങ്ങളിൽ കോവിഡ് വ്യാപന ശേഷി കുറഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ 2 ആഴ്ച കൂടി കാത്തിരിക്കണമെന്നും ഇപ്പോൾ അറിയാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.